എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമുക്ക് Realme Narzo 20 Pro അൺബോക്സ് ചെയ്യും. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Arcks Tech Edu. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒത്തിരി എഫോർട്ട് എടുക്കാറുണ്ട്. ആ എഫോർട്ടുകളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും ജസ്റ്റ് ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തിക്കൊണ്ട്. ഒരു ചെറിയ അൺബോക്സിങ്ങിൽ നിന്ന് വീഡിയോ ആരംഭിക്കാം. Realme Narzo സീരീസിൻ്റെ ബോക്സ് Realme നമ്പർ സീരീസിൽ നിന്ന് ഒത്തിരി മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സൽമാൻ ഖാൻ ഇല്ല, പകരം പ്യുവറായിട്ട് എങ്ങനെയാണോ നേരത്തെ Realme ഫോൺസ് വന്നുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡിവൈസിൻ്റെ MRP 17,000 റുപ്പീസാണ്. ഓപ്പോ തന്നെയാണ് ഇപ്പോഴും ഈ ഡിവൈസ് മാനുഫാക്ചർ ചെയ്യുന്നത്. MRP അത്രയൊക്കെ ആണെങ്കിലും വെറും 15,000 രൂപ തൊട്ട് ഇതിൻ്റെ 6GB 64GB മേടിക്കാൻ കഴിയും. അതിനുള്ളൊരു പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഈ ഡിവൈസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ചാൽ ചാനലിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. അതിന് മുന്നേ കുറച്ച് പ്രധാനപ്പെട്ട സ്പെക്കുകൾ പറയാം. ഇതിനകത്ത് 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ Realme 7 കാണുന്ന എല്ലാ സ്പെക്കുകളും പുറകിലത്തെ 64 മെഗാ പിക്സൽ ക്യാമറ 48 മാറുന്നു എന്നുള്ള ആ ഒരു കാര്യം ഒഴികെ ബാക്കിയെല്ലാം സെയിം ടു സെയിം ആണ്. ഒരു യൂഷ്വൽ Realme അൺബോക്സിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടെ Narzo 20 Proയുടെ കാര്യത്തിലുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും എടുത്ത് പറയത്തക്ക തോന്നിയിട്ടൊന്നുമില്ല. ഇപ്രാവശ്യം ഒരു കേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Narzo 20യുടെ ബോക്സിൽ കേസ് ഇല്ലായിരുന്നു. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കേസാണ്. എക്സലൻറ്റ് ക്വാളിറ്റി എന്നൊന്നും ഞാൻ പറയുന്നില്ല. അടുത്തതായി നമുക്ക് ലഭിക്കുന്നത് ഫോൺ തന്നെയാണ്. Realme 7ൻ്റെ തനി പകർപ്പാണ്. പ്രത്യേകിച്ച് ഒരു വ്യത്യാസങ്ങളുമില്ല ആ 48 മെഗാ പിക്സൽ ക്യാമറ അല്ലാതെ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ പുറകിലത്തെ ആ സ്ലിപ്പില്ലേ അത് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അതിനുള്ള കാരണം അദ്ദേഹം മുകളിൽ വന്നിട്ടുള്ള വീഡിയോയിലുണ്ട്. ഇനി ബാക്കി എന്തൊക്കെ കണ്ടൻസ് ആണ് നമുക്ക് ഈ ബോക്സിൽ കിട്ടുന്നത് നോക്കാം. ഇനിയാണ് ദ സ്റ്റാർ ഓഫ് ദ ഷോ വരാൻ പോകുന്നത്. 65 വാട്ട് ഫാസ്റ്റ് ചാർജർ. ഈ ചാർജറിൻ്റെ തന്നെ വില ഏകദേശം 2,000 രൂപയോളം വരും. കാരണം 50 വാട്ട് VOOC ചാർജറിൻ്റെ വില റിയൽമിയുടെ സൈറ്റിൽ 1,700 രൂപയാണ്. ഇനി നമുക്കൊരു ടൈപ്പ് C കേബിളാണ് ബോക്സിൽ ലഭിക്കുന്നത്. യെല്ലോ ആക്സെൻറ്റ് റിയൽമിയുടെ ഒരു സ്റ്റൈലാണ്, അതിവിടെയും പാലിച്ചിട്ടുണ്ട്. എന്നാൽ Narzo 20യുടെ കേബിളിൽ ഇതുപോലുള്ള എക്സ്ട്രാ കളറിങ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇതിൽ വലിയ കഥയൊന്നുമില്ല, പക്ഷേ അറ്റൻഷൻ ഒരു ഡീറ്റെയിൽ അത് നമ്മൾ തീർച്ചയായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അടുത്തതായി നമുക്ക് ലഭിക്കുന്നത് സിം ഇജക്ടർ ടൂളാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിൽ വരുന്നത്. കൂടുതലായിട്ടൊന്നുമില്ല. ഫോൺ കേസ്, 65 വാട്ട് ചാർജർ, അതിൻ്റെ കേബിൾ, സിം ഇജക്ടർ ടൂൾ, കുറച്ച് ലീഫ്ലെറ്റ്സ്, അത്രമാത്രം. ഇനി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഞാനൊരു മിനി റിവ്യൂ എന്ന രീതിയിൽ ഷെയർ ചെയ്യാം. ഫസ്റ്റ് ബിൽഡ് ആൻഡ് ഡിസൈൻ്റെ കാര്യം പറയാം. ഡിസൈൻ്റെ കാര്യത്തിൽ Realme 7ൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഈവൻ ക്യാമറ മൊഡ്യൂൾ വരെ സെയിം ലേഔട്ടിലാണ്. ആകുമത്തെ ഒരു വ്യത്യാസം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ Realme 7 ഒരു മാറ്റ് ഫിനിഷാണ് പിൻവശത്തോട്ട് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ Narzo 20 Proയ്ക്ക് ഒരു ഗ്ലോസി ഫിനിഷാണ്, അതായത് നല്ല തിളക്കമുള്ളൊരു ഫിനിഷാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വിക്ടറി V ഡിസൈനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്താ പറയണേ, കുറച്ച് ചെറിയ ടച്ചപ്പുകളാണ്. ഇതിൻ്റെ പുറകിലൂടെ നമ്മളൊരു കേസ് ഇടും, അതോടുകൂടി ഇതൊക്കെ കഴിയും. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഒത്തിരി കൺസേൺസ് ഇല്ല. അത്യാവശ്യം നന്നായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോണാണ്. കയ്യിൽ പിടിക്കാൻ നല്ല കംഫർട്ടബിളാണ്. കാരണം 4500 mAh ബാറ്ററി ഇതിനുള്ളൂ. അതുകൊണ്ടൊരു ബൾക്കി ഫീൽ നമുക്ക് തോന്നുന്നില്ല. ഓവറോൾ ഡിസൈനും അതുപോലെ തന്നെ ബിൽഡും എല്ലാം ആഡിക്വേറ്റ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. എക്സ്ട്രാ സ്പെഷ്യൽ എന്നോ സൂപ്പർ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആഡിക്വേറ്റ് ആണ്, കുഴപ്പമില്ല. ഈ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണിയാണ്. ഇനി പോർട്സിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പെരിഫറൽസിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ താഴെ ഭാഗത്താണ് ടൈപ്പ് C പോർട്ട്, സ്പീക്കർ, അതുപോലെ തന്നെ മൈക്കും കൊടുത്തിരിക്കുന്നത്. Realme 7 നമ്മൾ കണ്ട പോലെ തന്നെ Narzo 20 Proയിലും മുകൾ ഭാഗത്ത് ഒരു എക്സ്ട്രാ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കാണാനില്ല. ഫോണിൻ്റെ വലതുവശത്ത് നമുക്കൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. വളരെ ആക്യുറേറ്റ് ആണ്, അതുപോലെ തന്നെ റെസ്പോൺസീവ് ആണ് കേട്ടോ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. Realme 7 നമ്മൾ ഇതുപോലൊരു പെർഫോമൻസ് കണ്ടതാണ്. ഫോണിൻ്റെ ഇടതുവശത്ത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും അതുപോലെ തന്നെ ഒരു സിം ട്രേയും കൊടുത്തിട്ടുണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണുകളുടെ ബിൽഡ് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഒരു ചീപ്പ് ഫീലില്ല. നല്ല ടാക്ടൈൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക് നൽകുന്നുണ്ട്. കുഴപ്പമില്ല, ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി സിം ട്രേയുടെ കാര്യമാണെങ്കിൽ അത് ട്രിപ്പിൾ സ്ലോട്ടഡ് സിം ട്രേ ആണ്. ഒരേ സമയം നിങ്ങൾക്ക് 2 സിമ്മും അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ കഴിയും. ഓവറോൾ ബിൽഡ് ആൻഡ് ഡിസൈൻ ആഡ്വക്കേറ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഇനി Narzo 20 Proയിലുള്ള മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ കുറിച്ചും സ്ക്രീൻ ക്വാളിറ്റിയെക്കുറിച്ചും സംസാരിക്കാം. Realme 7 കാണുന്ന അതേ 6.5 ഇഞ്ച് ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇൻഫാക്റ്റ് നമ്മൾ Realme 6 തൊട്ട് കാണുന്ന ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയും അതുപോലെ തന്നെ സെയിം റെസൊല്യൂഷനും സൈസും ഒക്കെയാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതൊന്നും മോശമല്ല കേട്ടോ, അടിപൊളിയാണ്. Realme 6 തൊട്ട് ശരിക്കും പറഞ്ഞാൽ ഈ സബ് 15K പ്രൈസ് ബ്രാക്കറ്റിലെ സ്ക്രീൻ ക്വാളിറ്റിയും അതുപോലെ തന്നെ ആ ഒരു റിഫ്രഷ് റേറ്റും കാര്യങ്ങളെല്ലാം ഒത്തിരി മുകളിലോട്ട് പോയിട്ടുണ്ട്. അതേ ഒരു ക്വാളിറ്റിയും അതേ സ്റ്റാൻഡേർഡും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. 19.5% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. 2400 × 1080 ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. 405 പിക്സൽസും ഓരോ ഇഞ്ചിലുമുണ്ട്.
ഈ ഡിസ്പ്ലേക്ക് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്, പക്ഷേ അത് GC5 അല്ല, അതിന് പിന്നിലുള്ള ഏതോ വേരിയൻ്റാണ്. കമ്പനി ഇന്നതെന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. ഓവറോൾ ക്വാളിറ്റി എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. റിഫ്രഷ് റേറ്റ് 90 ഹെർട്സിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. മൾട്ടിമീഡിയ എന്ന് പറയുന്ന സ്ക്രീൻ മാത്രമല്ല, ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച് സ്പീക്കർ ക്വാളിറ്റി ഓൾമോസ്റ്റ് സെയിം ആണ് Realme 7 നോക്കുമ്പോഴേക്കും. രണ്ടും ഇപ്പോൾ ഒരു ആവറേജ് പെർഫോമേഴ്സ് ആണ്. കാരണം പോക്കോ X3 ഒക്കെ വന്ന് സ്റ്റാൻഡേർഡ് ഒത്തിരി മുകളിൽ പോയിട്ടുണ്ട്. സ്പീക്കർ ക്വാളിറ്റി മോശമാണെന്നല്ല കേട്ടോ പറഞ്ഞത്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊരു പേഴ്സണൽ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിൽ യാതൊരുവിധ ഹിൻഡ്രൻസും ഉണ്ടാവത്തില്ല. ത്രൂ ഹെഡ്ഫോൺ ജാക്ക് നല്ല ഓഡിയോ കേപ്പബിലിറ്റി ഈ ഡിവൈസിനുണ്ട്. ഇനി Realme Narzo 20 Proയിലെ ക്യാമറാസിനെ കുറിച്ചും അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചും സംസാരിക്കാം. ഈ ഡിവൈസിന് 48 മെഗാ പിക്സൽ f1.8 അപ്പേച്ചറിലുള്ളൊരു പ്രൈമറി ക്യാമറയാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ സാംസങ്ങിൻ്റെ ഒരു സെൻസറാണെന്ന് വിശ്വസിക്കാം. GM2 ആയിരിക്കാം മിക്കവാറും, കാരണം കമ്പനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോട് പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇത് Realme 7 തന്നെയാണ്. 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ, 2 മെഗാ പിക്സൽ പോർട്രേറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെൻസ്, 2 മെഗാ പിക്സൽ മാക്രോ ക്യാമറ, ഇത്രയും കാര്യങ്ങളാണ് പിൻവശത്ത് കൊടുത്തിരിക്കുന്ന. ഒരു ഫ്ലാഷും ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് വശത്ത് 16 മെഗാ പിക്സൽ സോണി IMX471 സെൻസറാണ് സെൽഫി പർപ്പസിനായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ അതെല്ലാം Realme 7 ഒത്തിരി ക്ലോസ് ആണ്. അപ്പോൾ ഞങ്ങൾ Realme 7 ഒരു ക്യാമറ കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്. ഉടനെ ആ വീഡിയോ നമ്മുടെ ചാനലിൽ ലഭ്യമാവും. ആ കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കുമാണ് എനിക്ക് ഒരു ചോദ്യം ഉണ്ടായത്. ഇനി Realme 7 എടുക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ആ വീഡിയോയിൽ പറയാം. കാരണം കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. Narzo 20 Proയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. കാരണം സാംസങ്ങിൻ്റെ ആ സെൻസർ കുറേ നാളായിട്ട് Realme ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് ട്യൂൺ ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഔട്ട്പുട്ടുകളെല്ലാം അതുപോലെ തന്നെയാണ്. നന്നായിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഇമേജസ് ലഭിക്കുന്നുണ്ട്. എവിടെയും ഒരു കോംപ്രമൈസ് എന്ന് എനിക്ക് എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല. ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്യാമറ റിവ്യൂവിൽ പറയാം. ദെൻ സെൽഫി ക്യാമറയുടെയും അതുപോലെ തന്നെ റിയർ ക്യാമറയുടെയും സ്കിൻ റെക്കഗ്നീഷനും അതുപോലെ തന്നെ ടോൺ കൺട്രോളും എല്ലാം ആപ്റ്റാണ്. ഷാർപ്പ് ടു ദ പോയിൻ്റ് ആണ്. കൂടിയും കുറഞ്ഞൊന്നുമില്ല. പിന്നെ ചെറിയ ചില വെളുപ്പീരൊക്കെ ഉണ്ട്. അത് പിന്നെ ഓപ്പോയുടെ ഒരു ഫോൺ ആകുമ്പോഴേക്കും നമ്മൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓവറോൾ ക്യാമറ സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. ഒരു ആവറേജ് ലെവൽ ക്യാമറ സെറ്റപ്പൊക്കെ നിങ്ങൾക്ക് വേണ്ടൂ. അല്ല 64 മെഗാ പിക്സലോട്ട് പോകണ്ട എന്നാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ കമ്പാരിസൻ്റെ റിസൾട്ടിൽ ഒരു ചെറിയ ഭാഗം ഇതാണ്. നിങ്ങൾ Narzo 20 Proയിലോട്ട് തന്നെ പൊക്കോളൂ. ഇനി പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ഒരു 2-3 ദിവസത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. ഗെയിമിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇത് പ്യുവർ Realme 7 തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ എടുത്ത് പറയത്തക്കതായിട്ടൊന്നുമില്ല. എന്താണ് ഗെയിമിങ്ങിൽ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗെയിമിംഗ് റിവ്യൂവിൽ പറയാം. ഓവറോൾ നല്ല സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. മോശമായിട്ട് അല്ലെങ്കിൽ ലാഗിങ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. സ്ക്രീൻ 90 ഹെർട്സ് ഉള്ളതുകൊണ്ട് തന്നെ ഡേ ടു ഡേ ഓപ്പറേഷൻസൊക്കെ അടിപൊളിയായിട്ട് പോയി. G95 നമ്മുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടാസ്കുകളൊക്കെ, അതായത് ഒരു മീഡിയം ലെവൽ ഹൈ ലെവൽ പരിപാടികളൊക്കെ നീറ്റും വെടിപ്പുമായിട്ട് ചെയ്തു തരുന്നുണ്ട്. ഗെയിമിങ്ങിലും ഇപ്രാവശ്യം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. അതിനെക്കുറിച്ച് ഗെയിമിംഗ് റിവ്യൂവിൽ പറയാം. പിന്നെ ഈ ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഒരു അപ്ഡേറ്റ് ഒക്കെ വന്നിരുന്നു. ഓവറോൾ സാറ്റിസ്ഫാക്ടറി ഉള്ള പെർഫോമൻസ് ആയിരുന്നു. പ്യുവർ ഓൺ പേപ്പർ സ്പെക്കുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസ് ചിപ്പായിട്ടുള്ള G90Tയുടെ GPUന് ചെറിയ ഒരു മാറ്റം വരുത്തിയിട്ടുള്ള G95 ആണ് ഇതിനകത്ത് റൺ ചെയ്യുന്ന ചിപ്പ്. 6 GB റാം ലഭിക്കുന്നുണ്ട്, 64 GB ഇൻറ്റേർണൽ ലഭിക്കുന്നുണ്ട്. അതിൽ ഏകദേശം 50 GB നമുക്ക് യൂസർ അവൈലബിൾ മെമ്മറി ആയിട്ടുണ്ട്. Android 10 ആണ് ഇപ്പോൾ ഇതിനകത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Realme UI ആണ് നമുക്ക് ലഭിക്കുന്ന യൂസർ ഇൻ്റർഫേസ്. അതുപോലെ തന്നെ 26ഓളം സെൻസേഴ്സ് ഈ ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. സെൻസേഴ്സിൻ്റെ കാര്യത്തിലൊന്നും വലിയ കോംപ്രമൈസുകളൊന്നുമില്ല. ഓവറോൾ സ്പെക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ബഡ്ജറ്റിൽ 15,000 രൂപയ്ക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഫോൺ തന്നെയാണ് Narzo 20 Pro. Narzo 20 Proയെക്കുറിച്ച് കൂടുതൽ കവറേജുകൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സോ അത് കാണാനായിട്ട് സബ്സ്ക്രൈബ്ഡ് ആയിട്ടിരിക്കുക, ട്യൂൺഡ് ആയിട്ടിരിക്കുക. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുന്നവരെ ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരസ് സൈനിങ് ഓഫ് ഫോർ നൗ.